കേരള കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് എന്താണ്? കേരള കോൺഗ്രസ് LDF മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം മാസങ്ങളായിട്ട് കേരള കോൺഗ്രസ് എമ്മിനെ പറ്റി വ്യാപകമായി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ കൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം ആർജവത്തോടെ പറയുന്നത് LDF തന്നെ അധികാരത്തിൽ വരുമെന്നും കേരള കോൺഗ്രസ് എം ഉജ്ജ്വലമായ ഒരു വിജയം നേടുമെന്നും. ഒരിക്കലും കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന കക്ഷി UDF മുന്നണി വിട്ടുപോന്നവരല്ല. 1964 രൂപം കൊണ്ട കേരള കോൺഗ്രസ് എമ്മിന് ഇന്ന് വരെ കേരള നിയമസഭയിൽ പ്രാധാന്യമില്ലാതായിട്ടില്ല, പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ ഇതൊരു ക്രിസ്ത്യൻ പാർട്ടിയല്ല, മറിച്ച് ഇതൊരു ജനങ്ങളുടെ പാർട്ടിയാണ്. LDFനും UDFനും ഒരേപോലെ ആവശ്യമുണ്ട് കേരള കോൺഗ്രസ്. അങ്ങനെയുള്ള ആ രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഒരു കൂടുമാറ്റത്തിന് ഒരു സാധ്യതയുമില്ല. അത് ഈ പറയുന്ന UDF നേതൃത്വം പറഞ്ഞു വരുത്തുന്ന ഒരു കള്ളക്കഥ മാത്രമാണ്. കേരള കോൺഗ്രസിൻ്റെ വളർച്ച കോൺഗ്രസ് പാർട്ടിയെ ദുർബലപ്പെടുത്തുമെന്ന ഒരു തിരിച്ചറിവ് എല്ലാ കാലത്തും അവർക്കുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുള്ള ഏറ്റവും വലിയ പ്രശ്നം കേരള കോൺഗ്രസ് എം അവരെക്കാളും വലിയ കക്ഷിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് ആരോടും ഒരു സ്ഥിരമായ വൈരാഗ്യ ബുദ്ധിയോ ഒന്നുമില്ല. നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് സുമോദ് കെ എബ്രഹാമാണ്. അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനാണ്, പൊതുപ്രവർത്തകനാണ്, ചാരിറ്റി പ്രവർത്തകൻ കൂടിയാണ്. അതുകൂടാതെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററും വക്താവുമാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. സുമോദ് ജി, കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ കേരള കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് എന്താണ്? കേരള കോൺഗ്രസ് LDF മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം മാസങ്ങളായിട്ട് കേരള കോൺഗ്രസ് എമ്മിനെ പറ്റി വ്യാപകമായി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ കൊണ്ടാണ്. LDF മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യും, അതിലെ പ്രബല കക്ഷിയായി കേരള കോൺഗ്രസ് എം തുടരുകയും ചെയ്യും. അതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ തവണ 5 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം വിജയിച്ചത്. ഇത്തവണ ആ സീറ്റിൻ്റെ എണ്ണം ഇരട്ടിയോളവും ആകാൻ ഉള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അത് ഞങ്ങൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം LDF ഗവൺമെൻറ് ചെയ്തിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ, പ്രതിപക്ഷത്തിന് പോലും ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു കുറവിനെ പറ്റി സംസാരിക്കാൻ അവർക്കില്ല. 5 ലക്ഷത്തിലധികം വീടുകൾ വെച്ച് കൊടുത്തു. 5 ലക്ഷം പാവപ്പെട്ടവർക്ക് സ്വന്തമായിട്ട് സ്ഥലം പട്ടയമായി കൊടുത്തു. 45,000 ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടു. നമ്മൾ നോക്കണം, ഏത് അവസ്ഥയിൽ നിന്നാണ് കേരളം ഈ പരിണാമ ദിശയിലേക്ക് എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 10 വർഷങ്ങൾക്ക് മുമ്പ് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ നിന്നും ഇന്ന് വ്യവസായികൾ തേടി വരുന്ന ഒരു സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളം മാറി. ഇങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം ആർജവത്തോടെ പറയുന്നത് LDF തന്നെ അധികാരത്തിൽ വരുമെന്നും കേരള കോൺഗ്രസ് എം ഉജ്ജ്വലമായ ഒരു വിജയം നേടുമെന്നും. കേരള കോൺഗ്രസ് എം ഇടയ്ക്കിടയ്ക്ക് UDFിലേക്ക് എന്നുള്ള വാർത്തകൾ, അത് കനകോലുവിന്റെ സൃഷ്ടിയായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ തന്നെ പല പ്രാവശ്യം ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞു. സാധാരണഗതിയിൽ അതിൻ്റെ പാർട്ടി ചെയർമാനും പാർട്ടി നേതാക്കളും അങ്ങനെ ഒരു നിലപാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായ ആ വിഷയം അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയല്ല, പ്രതിപക്ഷമാണ് അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് പലവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മളെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞവരാണ് അവർ. ഒരിക്കലും കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന കക്ഷി UDF മുന്നണി വിട്ടുപോന്നവരല്ല, മറിച്ച് അന്നത്തെ UDF കൺവീനറായിരുന്ന ബെന്നി ബെഹനാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഒരു ചെറിയ തർക്കത്തിൻ്റെ പേരിൽ നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം നടത്തി നമ്മളെ പുറത്തുവിട്ടതാണ്. ആ പുറത്തുവിട്ട കക്ഷിക്ക് 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവ്യ പരിവേഷം നൽകി ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു നിലപാടല്ല കേരള കോൺഗ്രസ് എമ്മിനുള്ളത്. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1964 രൂപം കൊണ്ട കേരള കോൺഗ്രസ് എമ്മിന് ഇന്ന് വരെ കേരള നിയമസഭയിൽ പ്രാധാന്യമില്ലാതായിട്ടില്ല, പ്രാതിനിധ്യമുണ്ട്. എല്ലാ കാലത്തും പ്രാതിനിധ്യമുണ്ട്. അത് ഏറിയും കുറഞ്ഞും ഇരിക്കുന്നുവെങ്കിലും മറ്റ് ചില കക്ഷികൾ, അന്നത്തെ കാലത്ത് രൂപം കൊണ്ട RSP പോലുള്ള കക്ഷികൾക്ക് ഇപ്പോഴും നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഈ മധ്യ തിരുവിതാംകൂറിൽ മാത്രമെന്നുള്ളതല്ല ഈ കക്ഷി ഉള്ളത്. മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല കേരള കോൺഗ്രസ് രാഷ്ട്രീയം നിലനിൽക്കുന്നത്, കണ്ണൂരിൻ്റെ മലയോര പ്രദേശങ്ങളിലുണ്ട്. മാത്രവുമല്ല, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആളുകൾ പറയുന്നത് ഇതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പാർട്ടിയാണെന്ന്. അല്ല, തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവനയാണ്. കേരള കോൺഗ്രസിന് നിലവിൽ 5 MLA-മാരുള്ളത്. അതിൽ 2 പേര് നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, പ്രൊഫസർ N. ജയരാജും പ്രമോദ് നാരായണനും. അപ്പം 5-ൽ 2 പേരും നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്.
അപ്പോൾ ഇതൊരു ക്രിസ്ത്യൻ പാർട്ടിയല്ല, മറിച്ച് ഇതൊരു ജനങ്ങളുടെ പാർട്ടിയാണ്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ റെലവൻസ് എപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഈ പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാധാന്യമുണ്ട് എന്ന് കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് നടക്കുന്ന ചർച്ചകൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം LDFനും UDFനും ഒരേപോലെ ആവശ്യമുണ്ട് കേരള കോൺഗ്രസ്. ഇപ്പം നമുക്ക് സ്വാധീനമില്ലാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കക്ഷിയാണെങ്കിൽ ആ കക്ഷി അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ആൾക്കാർ വരില്ലല്ലോ. ഇല്ല, ഡിമാൻഡ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ ആരും തയ്യാറാവത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ സ്വാധീന ശക്തിയെ അവർ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ നമുക്ക് ഉള്ള നേതാക്കന്മാരുടെ ഒരു നിലപാട് എന്താണെന്ന് അവർക്ക് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഒരു കൂടുമാറ്റത്തിന് ഒരു സാധ്യതയുമില്ല. അത് ഈ പറയുന്ന UDF നേതൃത്വം പറഞ്ഞു വരുത്തുന്ന ഒരു കള്ളക്കഥ മാത്രമാണ്. ഈ കോൺഗ്രസിൽ നിന്നാണ് കേരള കോൺഗ്രസ് ഉണ്ടാവുന്നത്. അതെ. അപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണോ അതോ മറ്റൊരു കേരള കോൺഗ്രസ് ആയിട്ടുള്ള ജോസഫ് ഗ്രൂപ്പാണോ? ഇല്ല, ഇതിനകത്ത് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്, ഈ കേരള കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ ആദ്യകാലങ്ങളിൽ കോൺഗ്രസ് എപ്പോഴും ഒരു ശത്രുപക്ഷത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു കക്ഷിയായിരുന്നു കേരള കോൺഗ്രസ്. കാര്യം കേരള കോൺഗ്രസിന്റെ വളർച്ച കോൺഗ്രസ് പാർട്ടിയെ ദുർബലപ്പെടുത്തുമെന്ന ഒരു തിരിച്ചറിവ് എല്ലാ കാലത്തും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും കേരള കോൺഗ്രസിന്റെ വളർച്ച ചെറുതായാലും വലുതായാലും അത് തടയാൻ വേണ്ടിയുള്ള നീക്കം കോൺഗ്രസ് കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മധ്യ കേരളത്തിൻ്റെ ഒരു സർക്കിളിൽ മാത്രം കേരള കോൺഗ്രസിനെ കെട്ടിയിടാൻ ഒരു ശ്രമം പല കാലത്തും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് മറ്റ് ജില്ലകളിൽ കേരള കോൺഗ്രസിന് സീറ്റ് കൊടുക്കാൻ തയ്യാറല്ല. അപ്പം അഥവാ കൊടുത്താൽ ഏതെങ്കിലും ഒരു പരാജയപ്പെടുന്ന ഒരു സീറ്റ് കൊടുക്കുക, അവരെ ആ മൂലക്കിരുത്തുക എന്നുള്ളൊരു രീതിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ LDFിൽ വന്നതിന് ശേഷം കേരള കോൺഗ്രസിന് ആ നിലയില്ല. CPMന്റെ സിറ്റിംഗ് സീറ്റുകളായ റാന്നി, പെരുമ്പാവൂർ, ഇതൊക്കെ വിട്ടുതരിക അവർ ചെയ്തിരിക്കുന്നത്. അപ്പം LDF കേരള കോൺഗ്രസിനെ എത്ര പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുള്ള ഏറ്റവും വലിയ പ്രശ്നം കേരള കോൺഗ്രസ് അവരെക്കാളും വലിയ കക്ഷിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ തന്നെ നോക്കൂ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു അവസ്ഥ ഒന്ന് നോക്കൂ. നമുക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഒരു 10 നേതാക്കന്മാരെ പറഞ്ഞാൽ ഒരു കേരളത്തിലെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ആ 10 നേതാക്കന്മാരുടെ പേര് പറയാൻ അറിയാം. പക്ഷേ PJ ജോസഫ് വിഭാഗത്തിലേക്ക് നോക്കൂ, അവിടുത്തെ ഒരു 10 നേതാക്കന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട PJ ജോസഫിനെയും മോൻസി ജോസഫിനെയും അല്ലാതെ മൂന്നാമതൊരു നേതാവിനെ പറയാൻ ആളുകൾക്ക് നിശ്ചയമില്ല. അല്ല, അവിടെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. PC തോമസിനെ പോലുള്ള. PC തോമസ് ഒക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു അസ്തമയത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഒരു രാഷ്ട്രീയ അസ്തമയോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നു, അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്വാധീന ശക്തി ഉണ്ട് എന്ന് പറയുന്ന ഒരു ലെവലില്ല. പിന്നെ അവരിപ്പോൾ അവകാശപ്പെടുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിനേക്കായാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കുറച്ചധികം സീറ്റ് ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. 246 സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും 332 സീറ്റ് PJ ജോസഫ് വിഭാഗത്തിന് ലഭിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു UDFന് ഒരു ട്രെൻഡ് രൂപം കൊണ്ടിരുന്നു. ആ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് കിട്ടിയത്. അത് മാത്രമല്ല, അതൊരു PJ ജോസഫ് വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രത്തിലല്ല, കോൺഗ്രസിന്റെ ഒരു ലെവലിലാണ് അവർക്ക് ആ വിഭാഗം കിട്ടുന്നത്. പക്ഷെ അവരുടെ ജില്ലാ പ്രസിഡന്റ് ഏറ്റുമാനൂർ തോറ്റുപോയി. അത് തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത്രയധികം പരാജയം. അതെ അതെ, അത് മാത്രമല്ല, 5 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലായിരുന്നു കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിരുന്നത്. ഇത്തവണ 4 ഡിവിഷനുണ്ട്. ഒരു ഡിവിഷൻ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ പിന്നെ ഇടുക്കി ജില്ലയിൽ നമുക്ക് പരാജയം നേരിട്ടിട്ടുണ്ട്. പരാജയത്തെ പരാജയമായി തന്നെ കാണാനും അത് തിരുത്താനുമാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഇപ്പോൾ കോൺഗ്രസ് തഴയുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അവരുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ പോലും പൂർത്തിയായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒടുവിൽ ഇപ്പോൾ ഇടുക്കി സീറ്റ് പോലും കോൺഗ്രസ് ഏറ്റെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന അവസാനം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടുക്കി വിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തൊടുപുഴ എങ്കിലും വിട്ട് കിട്ടണം. അപ്പോൾ ഇടുക്കി സീറ്റിൽ PJ ജോസഫ് സാധാരണ മത്സരിക്കട്ടെ എന്നൊക്കെയുള്ളൊരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുന്നു. കോൺഗ്രസ് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? PJ ജോസഫ് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊരു നിലപാടുണ്ടോ? ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ UDF ഘടകകക്ഷികളുമായിട്ടുള്ള അവരുടെ ചർച്ച തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി. മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി, RSPയുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി, മറ്റ് ഘടകകക്ഷികൾ, അതായത് വളരെ ദുർബലമെന്ന് നമ്മൾ കരുതുന്ന കക്ഷികളുമായിട്ട് വരെയുള്ള ചർച്ച അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ PJ ജോസഫ് വിഭാഗത്തിൻ്റെ ചർച്ച അവർ പൂർത്തിയാക്കിയിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങൾക്ക് അത്ര പ്രാധാന്യം ഞങ്ങൾ തരുന്നുള്ളൂ. അതാണല്ലോ, നമുക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന് നല്ല പ്രാധാന്യമുണ്ട്. അവരുടെ ആയിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞു.
അവർക്ക് 25 സീറ്റ് കൊടുക്കാനും 27 സീറ്റ് കൊടുക്കാനും ഒക്കെ ഉള്ള ധാരണ അവർക്ക് ആയി കഴിഞ്ഞു. അപ്പൊ ഈ പറയുന്ന ഒരു ഘടന വെച്ചിട്ട് അടുത്ത കക്ഷി എന്ന് പറയുന്നത് അവരാണ്. പക്ഷെ ആ പാർട്ടി PJ ജോസഫ് സാർ തന്നെ പറഞ്ഞു, ഞങ്ങളുമായിട്ടൊരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ തുടക്കം കുറിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ പാർട്ടി നേതാവായ ശ്രീ മോൻസ് ജോസഫ് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റ് തന്നെ മത്സരിക്കും. കോൺഗ്രസ് ഒരു മറുപടിയും പറഞ്ഞില്ല. അതേസമയം PJ ജോസഫ് സാർ പറയുന്നു, ഞങ്ങൾക്ക് ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരും എന്ന്. ഈ വിട്ടുവീഴ്ച എന്നുള്ളത് എന്താണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. കാരണം ഒരു മുന്നണി സംവിധാനത്തിൽ ചർച്ചയൊക്കെ മുന്നോട്ട് പോയാലേ ഈ വിട്ടുവീഴ്ചയും സീറ്റുകളുടെ ധാരണയും സംബന്ധിച്ച്. പക്ഷെ നമ്മൾ ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, അവർക്ക് കഴിഞ്ഞ തവണ കൊടുത്തതിൽ പാതി സീറ്റ് പോലും അവർക്ക് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ല എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടന് സീറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം DGP ജേക്കബ് തോമസ് ആണ് മത്സരിച്ചിരുന്നത്. പക്ഷേ ജേക്കബ് തോമസ് ഏകദേശം 35,000-ഓളം വോട്ടുകൾ ഇരിങ്ങാലക്കുടയിൽ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അവിടെ 2020 സ്ഥാനാർത്ഥിയായിട്ട് ഒരുപക്ഷെ തോമസ് ഉണ്ണിയാടൻ വന്നേക്കാം, UDF-ന്റെ സീറ്റ് നിഷേധിക്കപ്പെട്ടത്. അതായത് ഇരിങ്ങാലക്കുട ഒരു കാരണവശാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനമായിരിക്കുന്ന ഒരു വിഷയമാണ്. അതെ, അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരസ്യമായി തോമസ് ഉണ്ണിയാടനെതിരെ പ്രക്ഷോഭം നടന്നു. 2 തവണ തോമസ് ഉണ്ണിയാടൻ അവിടെ പരാജയപ്പെടുമ്പോഴും കോൺഗ്രസിനെ പഴിചാരുക ചെയ്തേ. കോൺഗ്രസ് എന്നെ കാലുവാരിയത് കൊണ്ടാണ് തോറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കോൺഗ്രസ്സുകാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സഹായ ആവശ്യമുണ്ട്. ഈ ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ, അദ്ദേഹം പരാജയപ്പെട്ട് കഴിയുമ്പോൾ കോൺഗ്രസ്സുകാരെ കുറ്റം പറയുന്നു. അതുകൊണ്ട് ഈ ആളില്ല പാർട്ടിക്ക്, ഈ വാക്ക് തന്നെയാണ് എന്റെ വാക്കല്ല, യൂത്ത് കോൺഗ്രസ് പറഞ്ഞ വാക്കാണ്, ഈ ആളില്ല പാർട്ടിക്ക് ഇനി ഇവിടെ സ്ഥാനാർത്ഥിയായി ഉണ്ണിയാടനെ കെട്ടിയിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. യൂത്ത് കോൺഗ്രസിന് സീറ്റ് വേണം, അത് കോൺഗ്രസിന്റെ നിലപാടാണ്. ഇനി നോക്കൂ, രണ്ടാമത് കോട്ടയത്ത് ഏറ്റുമാനൂർ സീറ്റ്. അവിടെ DCC പ്രസിഡന്റായ നാട്ടകം സുരേഷ് മത്സരിക്കാൻ വേണ്ടി കഴിഞ്ഞ 2 വർഷമായി ഏറ്റുമാനൂര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. കോതമംഗലം ഇതേപോലെ തന്നെ അവര് തിരിച്ചു വേണം, അത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന. ഇനി മൂന്നാമത്തൊരു സീറ്റുണ്ട്, കുട്ടനാട് സീറ്റ്. ഈ കുട്ടനാട് സീറ്റ് കോൺഗ്രസിന്റെ അനിൽ ബോസ്, സംസ്ഥാന വക്താവോ മറ്റോ ആണ് അദ്ദേഹം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. ഈ പറയുന്ന കേരള കോൺഗ്രസിന് അവിടെ സ്വാധീനമില്ല, കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കണം എന്ന് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ എല്ലാ സ്ഥലത്തും PJ ജോസഫ് വിഭാഗം മത്സരിക്കാനിരിക്കുന്ന എല്ലാ സ്ഥലത്തും കോൺഗ്രസ്സുകാർ ഇവർക്കെതിരെ പ്രക്ഷോഭത്തിലാണ്. തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുട അത്ര വലിയൊരു നേതാവാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കോതമംഗലത്ത് ഷിബു തെക്കുമുറം കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ സജീവമായ രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടനാട്ടിൽ റിജി ചെറിയാൻ കുറച്ചധിക കാലഘട്ടമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 5 വർഷമായിട്ട് അവിടെ അദ്ദേഹം ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് രംഗത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാർ ഒരു പക്ഷേ UDF സീറ്റ് നൽകാത്ത ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് ചേരാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് എന്തായിരിക്കും? അല്ല, നമുക്ക് ഒരു കണ്ടീഷനും ഇല്ലാതെ പാർട്ടിയിലേക്ക് വരുന്നവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടി എക്കാലവും തീരുമാനിച്ചിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആരോടും ഒരു സ്ഥിരമായ വൈരാഗ്യ ബുദ്ധിയോ ഒന്നുമില്ല. നോക്കൂ, നമ്മുടെ ജോണി നെല്ലൂർ കഴിഞ്ഞ തവണ പാർട്ടി വിട്ടുപോയതാണ്. അദ്ദേഹം വന്നു, സ്വീകരിച്ചു. നിരവധി പേര് അങ്ങനെ പോയിട്ടുണ്ട്. വന്നവരെയെല്ലാം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തെറ്റ് തിരുത്തി വരുന്ന മനുഷ്യനെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പക്ഷേ ഈ വരുന്നവർക്കൊന്നും നമ്മളൊരു വാഗ്ദാനം കൊടുക്കാറില്ല. നിങ്ങൾക്ക് ഞങ്ങൾ സീറ്റ് തരാം, നാളെ പാർട്ടിയിൽ പ്രവർത്തിക്കാം, ആ പാർട്ടിയുടെ സംഘടനാ രീതികളുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ആര് വന്നാലും നമ്മൾ സ്വീകരിക്കും. നമ്മുടെ രീതികളുമായിട്ട് പാർട്ടി സംവിധാനവുമായിട്ട് ഒത്തുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പൊ കുട്ടനാട് മത്സരിക്കുന്നത്, കുട്ടനാട്ടിൽ കേരള കോൺഗ്രസിന് വേരോട്ടമുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NCPയെ സംബന്ധിച്ചിട്ട് NCP എന്ന് പറയുന്നത് അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പോലുമുള്ള ആളുകളുള്ളൊരു പാർട്ടിയല്ല. ഈ NCP നിലവിലത്തെ ശരത് പവാറിന്റെ തോമസ് കെ തോമസ് എന്ന് പറയുന്ന MLA കുറിച്ചും ഒരുപാട് വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ NCP എന്ന പാർട്ടി ഒരു പക്ഷേ ഈ ഒരു മാസത്തിനുള്ളിൽ എന്തായിരിക്കും നിലപാടെടുക്കുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം NCP നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഫെബ്രുവരി 17-ാം തീയതി മുംബൈയിൽ വെച്ച് ചേരുന്ന യോഗത്തിൽ അവിടെ NCPകൾ തമ്മിൽ ലയിക്കുമെന്നും PC ചാക്കോ മാത്രമായിരിക്കും അതിന്റെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് വരുമെന്നും, കൂടാതെ തോമസ് കെ തോമസും AK ശശീന്ദ്രനും കൂടി പുതിയ പാർട്ടി ഉണ്ടാകും എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം തോമസ് കെ തോമസ് കുട്ടനാട്ടിൽ വെച്ചിട്ടൊരു യോഗം വിളിക്കാനും ഒക്കെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെടുന്ന NCPയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ LDF ആ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്ലേസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇപ്പം അങ്ങ് പറഞ്ഞ ആ ചോദ്യത്തിൽ തന്നെ ഒരു തെറ്റുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ LDF മുന്നണിയിലെ ഒരു മൂന്നാമത്തെ വലിയ കക്ഷിയുടെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആ മുന്നണിയിലെ തന്നെ മറ്റൊരു കക്ഷിയെപ്പറ്റി അവർ ദുർബലരാണെന്ന് ഞാൻ പറഞ്ഞാൽ
എൻ്റെ രാഷ്ട്രീയ ഐഡന്റിറ്റി അവിടെ കൊണ്ട് തീർന്നു. ദുർബലാവസ്ഥ എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഷയം. അത് ആളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ജനം തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, നമുക്ക് കുട്ടനാട്ടിൽ NCP-യെക്കാളും ഒരു സ്വാധീന ശക്തിയുണ്ട്. ആ സ്വാധീന ശക്തി കൊണ്ടാണ് നമ്മൾ കുട്ടനാട് സീറ്റ് നമുക്ക് തരാമെങ്കിൽ ചോദിച്ചു. പക്ഷേ ഒരു മുന്നണി നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്കത് കിട്ടിയേ തീരൂ എന്നുള്ള നിലപാട് ഞങ്ങൾ ഒരു കാലത്തും എടുക്കില്ല. കഴിഞ്ഞ തവണ മുന്നണിയിൽ നമ്മൾ ചർച്ച നടത്തി വന്നപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് 13 സീറ്റായിരുന്നു ലഭിച്ചിരുന്നത്. അവസാന സമയത്ത് കുറ്റ്യാടി സീറ്റിൽ ചില പ്രാദേശികമായ എതിർപ്പുകളെ തുടർന്ന് കുറ്റ്യാടി സീറ്റ് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു, CPM-ന് വിട്ടുകൊടുക്കേണ്ടി വന്നു. അന്ന് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അടുത്ത തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൂടി ഇതിന് പകരമായി തീർച്ചയായിട്ടും നൽകും, നിങ്ങൾക്ക് ഇതിന് ക്ലെയിം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസ് എം ഇപ്പോൾ 13ാമത്തെ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അധികമായി ആവശ്യപ്പെടുകയല്ല, മറിച്ച് നമ്മുടെ ക്ലെയിം മാത്രമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. അതിൽ നമ്മളൊരു 3-4 സീറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ സീറ്റിലൊന്ന് CPM നമുക്ക് വിട്ടുതരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. UDF-ൽ നിന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യതയും LDF ഇപ്പോൾ നിൽക്കുമ്പോഴുള്ള സ്വീകാര്യതയും തമ്മിൽ എപ്പോഴെങ്കിലും താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് LDF തന്നെയാണോ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമീപനം കേരള കോൺഗ്രസ് എം? തീർച്ചയായിട്ടും അത് നമുക്ക് പിന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം. ഒന്ന്, ആദ്യമായി മുന്നണി വിട്ടുപോരുന്ന സമയത്ത് ഇരു പാർട്ടികളും തമ്മിൽ ഒന്ന് ഐക്യപ്പെട്ടു പോകാൻ ഏകദേശം 3-4 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോലും ഒരു പ്രശ്നങ്ങളില്ലാതെ നമുക്ക് 13 സീറ്റ് വെച്ച് നിട്ടുക LDF മുന്നണി ചെയ്തത്. അവിടെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ സിറ്റിംഗ് സീറ്റുകളടക്കം തന്നുകൊണ്ടാണ് കേരള കോൺഗ്രസിനെ അവർ വെൽക്കം ചെയ്യുന്നത്. അന്ന് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇരു പാർട്ടികളും ഒന്നായെങ്കിലും മുന്നണികളിലെ അണികൾക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെട്ടിരുന്നില്ല. കാരണം പെട്ടെന്നായിരുന്നുവല്ലോ തെരഞ്ഞെടുപ്പ് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. 5 വർഷമായി കേരള കോൺഗ്രസ് എം ആണെങ്കിലും CPM-ഉം CPI-യും എല്ലാം തമ്മിൽ ഐക്യപ്പെട്ടു ഒരു മുന്നണി സംവിധാനത്തിൻ്റെ കീഴിൽ ഒരുമിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ഇത്തവണ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം, പരിഗണനയുടെ കാര്യം. കോർപ്പറേഷൻ വിഭജനത്തിലാണെങ്കിലും ശരി, ബോർഡ് മെമ്പർമാരുടെ വിഭജനത്തിലാണെങ്കിലും ശരി, കേരള കോൺഗ്രസ് എമ്മിന് മാന്യമായ പരിഗണന കിട്ടി. അതിനും അപ്പുറമായി UDF സംവിധാനത്തിൽ നിൽക്കുന്ന സമയത്താണ് ഒരു രാജ്യസഭാ സീറ്റ് പാർട്ടി ചെയർമാനായ ബഹുമാനപ്പെട്ട ജോസ് കെ മാണിക്ക് ലഭിക്കുന്നത്. ഈ സീറ്റ് പിന്നീട് രാജിവെച്ചു. LDF അതിന് തുടർച്ച കൊടുത്തതിന് ശേഷം പിന്നീട് ആ സീറ്റ് ഒഴിവ് വരുന്ന സമയത്ത് സ്വാഭാവികമായും CPM-ന് അവകാശപ്പെട്ടതാണ് ആ സീറ്റ്. CPM-ഉം CPI-യും തമ്മിൽ ചില സീറ്റ് ധാരണകൾ പണ്ടത്തെ കാലം മുതലുണ്ട്. അതായത് CPI 5 ആണെങ്കിൽ CPI 2, ഈ ഒരു അനുപാതത്തിലാണ് പണ്ട് മുതൽ LDF-ന്റെ ഒരു ധാരണ പ്രകാരം മുന്നോട്ട് പോകുന്നത്. പക്ഷേ CPM ഇത്തവണ കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാവായ ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സ് കാണിച്ചു, രാജ്യസഭാ സീറ്റ് കാണിച്ചു. ഇങ്ങനെ എല്ലാ രീതിയിലും പരിഗണന എല്ലാ LDF മുന്നണിയിൽ ലഭിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിന്. അപ്പോൾ പിന്നെ മറ്റൊരു മുന്നണി മാറ്റത്തെ പറ്റിയുള്ള ചർച്ചകൾ തന്നെ അസ്ഥാനത്താണ്. ഇതിൻ്റെ അകത്ത് തന്നെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റൊരു അജണ്ടയുണ്ട്. ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി, ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇവർ തമ്മിൽ കലഹത്തിലാണ് എന്നൊക്കെ വരുതി തീർക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊന്നും പാർട്ടി മൈൻഡ് ചെയ്യുന്നില്ല, പാർട്ടിയുടെ അണികൾ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും അവരുടേതായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വ്യാപൃതമായിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചില സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും രംഗത്തിറങ്ങുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെയൊക്കെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ എത്തി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല, ഇതൊക്കെ 2-3 കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഈ കുടുംബങ്ങൾക്ക് KM മാണി സാറിനോടുള്ള ഒരു വൈരാഗ്യം, ഈ വൈരാഗ്യമാണ് ഇങ്ങനെയുള്ള ഒരു പേഴ്സണൽ അറ്റാക്കിലേക്ക് ഇവരെ നയിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേരള കോൺഗ്രസിന് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു തോന്നലോ ബോധ്യമോ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, കോൺഗ്രസിൻ്റെയും അങ്ങ് പറഞ്ഞ മാതിരി ചില കുടുംബങ്ങളുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നു പണ്ട് പാലാ നീങ്ങിയിരുന്നുവെങ്കിൽ KM മാണി എന്ന പറയുന്ന അധികായൻ 50 വർഷത്തിലധികം ആ പാലായിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ കുടുംബങ്ങൾക്കൊക്കെ ചില അസംതൃപ്തിയും കാര്യങ്ങളും ഉണ്ടായി. അവരുടെ ഭാഗത്തു നിന്നാണ് ഈ സോഷ്യൽ മീഡിയ അറ്റാക്കുകളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മാണി സാറിൻ്റെ മരണത്തിന് ശേഷം പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ജോസ് ടോമിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ആ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പാലായിൽ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് രൂപം കൊണ്ടു. ആ രൂപത്തിൽ ഒരു 3 കുടുംബങ്ങളിലുള്ള ആളുകളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഈ കുടുംബങ്ങളിലുള്ളവർക്കൊന്നും സീറ്റ് കൊടുത്തില്ല, പാലായിൽ സീറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വന്നു. ഞാൻ പറയുന്നത്, ഒരു പാർട്ടി പ്രവർത്തനമോ പാർട്ടിക്ക് സീറ്റ് കൊടുക്കുന്നതോ ഏതെങ്കിലും ഒരു കുടുംബ പാരമ്പര്യത്തിൻ്റെയോ മേൽമേടയോ ഒന്നും നോക്കിയിട്ടല്ല. അത് ആ ആൾ പാർട്ടി പ്രവർത്തിച്ച അയാളുടെ പ്രവർത്തനവും
അയാൾക്ക് സമൂഹത്തിലുള്ള ഒരു അംഗീകാരവും ഒക്കെ നോക്കിയിട്ടാണ് ഓരോ പാർട്ടിയും ഓരോരുത്തർക്കും സീറ്റിൽ കൊടുക്കുന്നത്. അതിൽ അർഹതയുള്ള ഒരുപാട് പേര് തഴയപ്പെട്ടേക്കാം. അതിൽ കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. 140 പേർക്ക് മാത്രമല്ലേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം കുറച്ച് പേര് തഴയപ്പെട്ടേക്കാം, കുറച്ച് പേര് വിജയിച്ച് വന്നേക്കാം. പക്ഷെ അങ്ങ് പറഞ്ഞ പോലെ ചില കുബുദ്ധികളുടെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ജോസ് കെ മാണിക്കെതിരെ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. മികച്ചൊരു ലീഡറാണ് ശ്രീ ജോസ് കെ മാണി. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധിയിൽ പാലാ മണ്ഡലത്തിലും സമീപ മണ്ഡലങ്ങളിലുമെല്ലാം ചെലവഴിക്കുന്ന തുക മനസ്സിലാക്കണം. ഇപ്പോൾ 2024 ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധി ആരംഭിക്കുന്നത്. ഇതുവരെ 7,13,00,000 രൂപ അദ്ദേഹം ചെലവഴിച്ചു കഴിഞ്ഞു. വളരെ വിഷനായിട്ടുള്ള കൺസെപ്റ്റാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. സയൻസ് സിറ്റി, കുറവലങ്ങാട് സയൻസ് സിറ്റി, കേരളത്തിൽ അതില്ല. പിന്നെ അതിനൂതനമായ പഠന സങ്കേതങ്ങളുള്ള IITR പോലെയുള്ള സംവിധാനങ്ങൾ ഒക്കെയാണ് അദ്ദേഹം വിഭാവന ചെയ്യുന്നത്. മാത്രമല്ല പാലായിലെ ഹോസ്പിറ്റലിലെ ക്യാൻസർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ സമസ്ത മേഖലകളിലും ഒരു രാജ്യസഭ MP ആയിരിക്കുന്ന ജോസ് കെ മാണി അവിടുത്തെ ഒരു MLA-ക്കാലധികം പ്രവർത്തനമാണ് നടത്തുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴിയൊക്കെ വന്ന ഒരു കാര്യമാണ്, അവിടെ നിലവിലുണ്ടായിരുന്ന MLA നിയമസഭയിലൊക്കെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അദ്ദേഹം ഒരു സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോലും പങ്കെടുക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു MLA വേണോ അതോ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയെ ജയിപ്പിക്കണോ എന്നുള്ളത് പാലായിലെ ജനം ഇത്തവണ തീരുമാനം. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, മരങ്ങാട്ടുപള്ളിയിൽ നിന്നും ഒരു ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ആ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് കേരള കോൺഗ്രസ് ജനിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ ജനനത്തിന് ശേഷമാണ് KM മാണി സാർ കേരള കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മാറുന്നത് എന്നൊരു വസ്തുത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങ് നിൽക്കുന്ന സമയത്ത് തന്നെ പിന്നീട് KM മാണി എന്ന ഒരു യുഗത്തിന്റെ പിറവിയായിരുന്നു. അദ്ദേഹം കർഷകർക്ക് വേണ്ടിയിട്ട്, കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അധ്വാനവർഗ സിദ്ധാന്തം, ഇതൊക്കെ ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇടം പിടിച്ച ഒരു ചെറുപ്പക്കാരനോട് ഈ പറഞ്ഞ കുടുംബങ്ങൾക്ക്, ഞാനത് സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്, ഈ പറഞ്ഞ കുടുംബങ്ങൾക്ക് ഉള്ള വ്യക്തിവൈരാഗ്യമാണ് ഇപ്പോൾ ജോസ് കെ മാണിയോട് തീർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രചരിപ്പിക്കാനായിട്ട് എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസിന് സാധിക്കാത്തത്? അതൊരു പാർട്ടി എന്നുള്ള നിലയിൽ നമുക്ക് ഇങ്ങനെ കുടുംബങ്ങളെയോ വ്യക്തികളെയോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം നോക്കൂ, പണ്ട് നമ്മുടെ നാട്ടിൽ ഗോസിപ്പുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് കലിങ്കിലിരുന്നിട്ടാണ്, അതിലെ അടുത്തുള്ള വീട്ടിൽ പോയിട്ടാണ്. ഇപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം എൻ്റെ ഈ ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന കുറച്ച് കമൻസ് നോക്കിയാൽ മതി. ആ കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കാം ഒരു മനുഷ്യൻ എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം പറയാൻ ഉള്ള ഇതുപോലെ തന്നെ അങ്ങേക്കും അങ്ങയുടെ അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് ഈ നാട്. പക്ഷേ ഈ അഭിപ്രായം പറയുന്നത് മാന്യമായ ഭാഷയിലായിരിക്കണം എന്നുള്ള ഒരു പൊതുബോധം നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങ് പറഞ്ഞതിൻ്റെ തുടർച്ച ഞാൻ പറയാം. ഈ പറയുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള എതിർപ്പ് KM മാണിക്ക് നേരിട്ടിട്ടുണ്ട് KM മാണിയുടെ ജീവിതകാലത്തിൽ, തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ജോസ് കെ മാണിയാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്. അദ്ദേഹം വളരെ കാലിബറായിട്ടുള്ള ഒരു നേതാവാണ്. ഒരു ജോസ് കെ മാണിയുടെ ഒരു ജീവിതം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം 7 മണി തൊട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആളെത്തും. നമ്മൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം പങ്കെടുക്കാത്ത പരിപാടികളിൽ ഇമാതിരി വളരെ രീതി മുന്നോട്ട് പോകുന്ന ഒരു നേതാവിനെ പറ്റിയാണ് ഈ ഗോസിപ്പുകളെല്ലാം പറഞ്ഞു പരത്തുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെന്ന് മാത്രം. ഇത് എന്ത് നല്ല പ്രവർത്തി ചെയ്താലും ഇതുമല്ലെങ്കിൽ കുറേയധികം ഫേക്ക് പേജുകൾ നിയമിച്ചിരിക്കുക. പാലായുടെ പേരുകളുള്ള കുറേയധികം ഫേക്ക് പേജുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ മനുഷ്യനെ അങ്ങ് വ്യാപകമായി അപമാനിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാനിവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നു, ആ പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നെപ്പറ്റി ഒരു 25 പേര് 25 ഫേക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് വ്യാപകമായി സ്പ്രെഡ് ചെയ്ത് എനിക്കൊന്നും പറയാനില്ല. അതിനകത്ത് വലിയ വലിയ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ജോസ് കെ മാണിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളൊക്കെ പണ്ട് പ്രതിരോധ വകുപ്പിന് ജാക്കറ്റ് സപ്ലൈ ചെയ്തത് മുതലുള്ള കഥകൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ എന്തെല്ലാം ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് എം അടുത്ത പ്രാവശ്യം 13 സീറ്റിൽ മത്സരിച്ചാൽ എത്ര സീറ്റിൽ വിജയം പ്രതീക്ഷിക്കും? നമ്മളൊരു 10 സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നു. 13 സീറ്റിലും വിജയിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ റിയാലിറ്റി ഉണ്ട്. നമ്മൾ 10 സീറ്റ് വരെ ഇപ്പോഴത്തെ ഒരു, കാരണം ഗവൺമെൻറ് ചെയ്ത നല്ല പ്രവർത്തികൾ നമുക്ക് ഉയർത്തി കാണിക്കാനുണ്ട്. മാത്രവുമല്ല ഈ പ്രതിപക്ഷത്തെ കൂടി ഒന്ന് ഓഡിറ്റ് ചെയ്യും ജനം ഇത്തവണ. കാരണം നമ്മൾ ഒന്ന് നോക്കൂ, നമ്മളൊരു ചോയ്സ് ആണല്ലോ ഇലക്ഷൻ. ഈ ചോയ്സിൽ LDF, UDF, BJP ഈ 3 കക്ഷികളെ നമ്മളൊന്ന് അവരുടെ മാറ്റി പരിശോധിക്കുമ്പോൾ UDF എന്താ ചെയ്തേ? നമ്മുടെ മുന്നിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന ഒരു ഉദാഹരണമുണ്ട്. മുണ്ടക്കൈ ചൂരൽമലയിൽ നടന്ന ദുരന്തം. ഈ ദുരന്ത സമയത്ത്
ദുരന്തമുണ്ടാകുന്നു, എല്ലാ കക്ഷികളും എല്ലാ മാധ്യമങ്ങളും എല്ലാവരും നമുക്ക് പിന്തുണ തന്നു. പക്ഷേ സർക്കാർ നമ്മളോട് പറഞ്ഞു, എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾക്കാകാവുന്ന ഒരു സംഭാവന നൽകണം എന്ന് പറഞ്ഞു. കൈമെയ് മറന്ന് മലയാളി അതിനുവേണ്ടി ഒന്നിച്ചു. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ വാക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആര് സംഭാവന കൊടുക്കരുത്, ഇവർ ഈ പൈസ പാവങ്ങൾക്ക് അവിടെ എത്തിക്കില്ല, ഇവർ ഇതെടുത്ത് മുങ്ങും എന്നുള്ള വ്യാപകമായ പ്രചരണം. ഇത് ഒരു വിഭാഗത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടാവുന്ന തുകയിൽ ഒരു ചെറിയ കുറവും വന്നിട്ടുണ്ട്. എന്നിട്ട് കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തത്? അവർ പറഞ്ഞു, ഞങ്ങൾ തന്നെ വീട് വെച്ച് കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം 139 രൂപയുടെ ഒരു ചലഞ്ച് അവർ ആവശ്യപ്പെട്ടു. ഈ ചലഞ്ച് വഴി ഒരു തുക പിടിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞു, ജനം ഇതൊക്കെ മറന്നുപോയി കഴിഞ്ഞപ്പോൾ 138 രൂപയുടെ മറ്റൊരു ചലഞ്ച് തുടങ്ങി. ഇങ്ങനെ കോടികൾ പിരിച്ചു. ഇതിന് പുറമെ അന്നത്തെ ഒരു ആരാധ്യനായ അവരുടെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ 30 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. ആരാധ്യനല്ല, അല്ല, ഞാൻ അതിനെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് രാഷ്ട്രീയമല്ലേ. അപ്പം ആ പറയുന്ന 30 വീടിനുള്ള പൈസ എതിലേ പോയി എന്നുള്ളത് പിന്നെ നമുക്കറിയില്ല. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ദുരന്തബാധിതരെ ഒരിക്കലും പറഞ്ഞു പറ്റിക്കരുത്, അതൊരു വലിയ ശാപമായി മാറും. അപ്പം ഇന്നലെ ഈ പറയുന്ന മുഖ്യമന്ത്രി പോയി സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ച് അവർക്ക് വീട് കെട്ടിക്കൊടുക്കുന്നു. ഇപ്പോഴും ഇവർ പിരിച്ച പൈസ എവിടെയെന്ന് അറിയില്ല. ഇലക്ഷന് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾ തുടർച്ചയായി കോൺഗ്രസ് നേതാക്കളോട് ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഒരു കാട്ടാന ഇറങ്ങുന്ന കുന്നിൻ ചെരുവ് പോയി സ്ഥലം പോയി അവർ വാങ്ങിയിട്ടുണ്ട്. ആ കുന്നിൻ ചെരുവിൽ വീട് വെച്ച് കൊടുക്കുമെന്നാണ് പറയുന്നത്. അവിടെ തന്നെ ബഹുമാനായ അവിടുത്തെ MLA ടി സിദ്ദിഖിനോട്, സിദ്ദിഖ് പത്രത്തിൽ സമ്മേളനത്തിൽ വെച്ച് പറയുക, നിങ്ങൾ വയനാട് വീട് വെച്ച് കൊടുക്കുന്നതിന് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് ഉപയോഗിക്കരുതെന്ന്. അപ്പം പത്രപ്രവർത്തകർ ചോദിച്ചു, നിങ്ങളും ഈ പറയുന്ന ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു രസകരമായ മറുപടിയുണ്ട്, ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നില്ലല്ലോ, ഞങ്ങൾ കല്ലിടുന്നല്ലേ ഉള്ളൂ. ഈ രീതിയിലാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ. അല്ല, സർക്കാർ കൊടുത്ത 178 വീട്ടിൽ തറയ്ക്കാനുള്ള കലണ്ടർ പ്രിയങ്ക ഗാന്ധി കൊടുത്തയച്ചിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. ഇല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അഡ്വക്കേറ്റ് സുമോദ് പാർട്ടിയുടെ വക്താവാണ്, കേരള കോൺഗ്രസ് എമ്മിന്റെ വക്താവാണ്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും അങ്ങയുടെ പേര് പല ആളുകളിൽ നിന്നായിട്ട് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനുള്ള യാഥാർത്ഥ്യം എന്താണ്? ഇല്ല, നമുക്ക് അങ്ങനത്തെ ഒരു വ്യക്തിക്ക് അവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ഒരു പ്രവണത നമുക്കില്ല. പാർട്ടിയാണ് ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിയാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളും വാർത്തകളും ഒക്കെ ഒരു വ്യാജമാണ്. ഇത് കൂടാണ്ട് ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തതായിട്ട് എനിക്കറിയാം. കാരണം വെച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരം RCCയിലൊക്കെ എത്തുന്ന രോഗികൾക്ക് ഭക്ഷണം നൽകുന്ന ഒക്കെ ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം എന്താണത്? എൻ്റെ ചാരിറ്റിയെ പറ്റി ഒരു പൊതു മധ്യത്തിൽ അങ്ങനെ പറയുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. പക്ഷെ എങ്കിലും എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഏതൊരു ക്യാൻസർ രോഗികൾക്കും താമസവും ഭക്ഷണവും അടക്കമുള്ള സൗജന്യമായ എല്ലാ രീതിയും, അല്ലാതെ എത്ര 1000 പേര് വന്നാലും അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ തിരുവനന്തപുരത്ത് 1-2 സംഘടനകളുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വഴിയിൽ അലഞ്ഞു നിൽക്കുന്ന മാനസിക രോഗികളെ പുനരധിവസിക്കാൻ വേണ്ടി ഒരു സെൻറ്റർ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഇപ്പം 116 പേരുണ്ട്. മൂന്നാമത് TB രോഗം വന്നിട്ട് മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങളൊരു സെൻറ്റർ നടത്തുന്നുണ്ട്. അപ്പം ഈ സ്ഥാപനങ്ങളൊന്നും പൊതു മനുഷ്യരുടെ കയ്യിൽ നിന്നും പണം പിരിച്ചിട്ടല്ല, എന്നെപ്പോലെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന കുറച്ചധികം ഞങ്ങളെ പല ജോലി ചെയ്യുന്നവർ ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന വിഹിതം കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സർക്കാരിൻ്റെതായ 1-2 ബിൽഡിങ്ങുകൾ, പ്രൈവറ്റ് ബിൽഡിങ്ങുകൾ, ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അവർക്ക് താമസവും ഭക്ഷണവും അറേഞ്ച് ചെയ്യുന്നത്. ക്യാൻസർ പോലെയുള്ള ഒരു വല്ലാത്ത വിപത്താണ്. ഈ രോഗികളുടെ കൂട്ടത്തിൽ കൂട്ട് നിൽക്കുന്ന. അതെ അതെ. അപ്പൊ എത്ര ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം കണ്ണൂർ, കാസർഗോഡ്, അപ്പം മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ബൈസ്റ്റാൻഡർമാർക്ക് ഒത്തിരി ദിവസം കൂടെ നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ കീമോ പോലെയുള്ള പ്രോസസ്സ് നടക്കുമ്പോൾ ഇവർക്ക് വേദന ഭയങ്കര അസഹ്യമാകും. അപ്പം അവർക്ക് വേണ്ടി ഞങ്ങൾ ബൈസ്റ്റാൻഡർമാരായിട്ട് നിൽക്കും. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒരു കൂട്ടം ആളുകളുണ്ട്. എല്ലാവരും നല്ല ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം, പൊതുസമൂഹവുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് നമ്മുടെ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ. കുടുംബമൊക്കെ എങ്ങനെയാണ്? കുടുംബം, ഭാര്യ കേരള യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നു. ഒരു മോളാണുള്ളത്, കാർമൽ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതത്തിനും പൊതുജീവിതത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ മത്സരിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കും. നന്ദി.